മനുഷ്യവംശത്തിന്റെ സാമൂഹ്യമായ കൂടിച്ചേരലുകൾക്കിടയിൽ സ്വാഭാവികമായും അല്ലാതെയും രൂപപ്പെട്ടതാണ് സഞ്ചാരപാതകൾ. സമൂഹത്തിന്റെ ചലന നിയമങ്ങളെ നിർണയിക്കുന്ന ഈ സഞ്ചാരപാതകൾ മനുഷ്യജീവിതത്തിന്റെ ഊർജവാഹിനികളായി എന്നും നിലകൊണ്ടിട്ടുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിയ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ആദ്യത്തെ കലാപമുയർത്തിയത് അയ്യങ്കാളിയായിരുന്നു. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളായിരുന്നു പൊതുസ്ഥലങ്ങളും സഞ്ചാരപാതകളും രൂപപ്പെടുത്തിയത്. ഈ പൊതു ഇടങ്ങളാണ് ഭരണവർഗങ്ങൾ കുത്തക കമ്പനികൾക്ക് വേണ്ടി നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്നത്. നാം ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും നമ്മുടെ കൂടിച്ചേരലിൻ്റെ കേന്ദ്രങ്ങളായിരുന്ന തെരുവുകളിൽ നിന്നും നമ്മെ ആട്ടിയകറ്റുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മെ നാം ആക്കിയ ചരിത്രത്തെ കൂടിയാണ്. കേരളീയർക്ക് ഒരു സ്വത്വബോധം ഉണ്ടാക്കിയ സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായിരുന്നു വഴി നടക്കാനുള്ള സമരങ്ങൾ. അത് കേവലം വഴി നടക്കാനുള്ള അവകാശം കിട്ടാനുള്ള സമരങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ ആധുനികമായ സ്വത്വബോധം നേടുന്നതിനുള്ള ഒരു സമരങ്ങൾ കൂടിയായിരുന്നു വഴി നടപ്പ് സമരങ്ങൾ. പ്രത്യേകിച്ച് ചില വഴികളിൽ കൂടി മൃഗങ്ങൾക്ക്, നായ്ക്കൾക്കും പൂച്ചകൾക്കൊക്കെ സഞ്ചരിക്കാം, എന്നാൽ അധകൃത ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാടില്ല എന്ന ഒരവസ്ഥയിൽ നിന്ന് അധകൃതർ പൊരുതി നേടിയ ഒരു സംഗതിയാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹവും പാലിയം സമരമൊക്കെ അതിൻ്റെ തുടർച്ചകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി പുതിയ സ്വത്വബോധത്തിനുള്ള ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. വസ്ത്രം ധരിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശം, അതുപോലെ വഴി നടക്കാനുള്ള അവകാശം, അങ്ങനെ നിരവധി സമരങ്ങൾ. ഈ നിരവധി സമരങ്ങളിൽ കൂടെ രൂപപ്പെട്ടു വന്ന ഒന്നാണ് കേരളീയൻ്റെ സ്വത്വം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കേരളീയൻ എന്ന് വിളിക്കപ്പെടുന്നതിൽ, മലയാളി എന്ന് വിളിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും അഭിമാനബോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ സമരങ്ങൾ തന്ന അഭിമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പുതിയ ആധുനികമായിട്ടുള്ള ഒരു വ്യക്തിസത്ത കെട്ടിപ്പടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിയം സമരത്തിലൂടെ, വൈക്കം സത്യാഗ്രഹത്തിലൂടെ ഒക്കെ നേടിയ ഈ വലിയ അവകാശത്തെ, വലിയ സ്വത്വബോധത്തെ അടിയറ വയ്ക്കുകയാണ് BOT പോലുള്ള ഈ പാതകൾ വഴി യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. വൈക്കം സത്യാഗ്രഹകാലത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് എതിരെ നിലകൊണ്ട ശക്തികൾ അന്നത്തെ സവർണ സമൂഹവും ഭരണകൂടവും ആയിരുന്നെങ്കിൽ, അന്നത്തെ സവർണ സമൂഹവും തിരഞ്ഞെടുക്കപ്പെടാത്ത ഭരണകൂടവും ആയിരുന്നെങ്കിൽ, പുതിയ ജനകീയ സമരത്തെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ജനകീയ സമരത്തിന് എതിരെ നിലകൊള്ളുന്നത് മുതലാളിത്തവും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി 22 ദിവസം ഒരു വനിത പട്ടിണി കിടന്നിട്ട് ഇവിടെ ഭരണകൂടമുണ്ട്, ഈ KMCയെ, ഈ ചട്ടത്തെ സംരക്ഷിക്കാനും അംഗീകരിക്കുമ്പോൾ ജനങ്ങളെ നോക്കാൻ ഒരു ഭരണകൂടവുമില്ല എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്ന ഈ നാറിയ ഭരണത്തിനെതിരായിട്ട് ജനങ്ങൾ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളുടെ ഈ പട്ടാളമൊന്നും ഈ ചില്ലുമേട
സംരക്ഷിക്കാൻ പര്യാപ്തമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് CPIM-ന്റെ സംസ്ഥാന നേതാവ് ഹസീന ഇതാ ഇവിടെ നിരാഹാരം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് 10,000 ഉണ്ട് എന്ന് പറയുന്നവർ വന്ന് തിരിച്ചു പോകുമ്പോൾ അങ്ങനെയുള്ള നാടകങ്ങൾ തങ്ങൾക്ക് ആശ്വാസമാണ് എന്ന് കരുതി അവരെ വിലയ്ക്ക് വാങ്ങി സമരങ്ങളെ തകർക്കാമെന്ന് ആഗ്രഹിച്ചവർ അങ്ങനെ സാധ്യമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇതാ ഭഗത് സിംഗിന്റെ ചുഴൽക്കുട്ടന്മാരുണ്ട് എങ്കിൽ ഈ തോട്ട്പാസുകളെ തകർക്കാൻ മാർച്ച് 23 വരെ കാത്തിരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ IMF, ലോകബാങ്ക്, ADB തുടങ്ങി സാമ്രാജ്യത്വ സ്ഥാപനങ്ങളുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ റോഡുകളടക്കം സ്വകാര്യവൽക്കരിക്കുന്ന നിദാനം. വാസ്തവത്തിലിത് രാജീവ് ഗാന്ധിയുടെ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ ഭാഗം കൂടിയാണ് ഇത്. ഇപ്പോൾ നമുക്ക് അറിയാം 1988 നാഷണൽ ഹൈവേ എന്ന സ്ഥാപനത്തിന് പകരം നാഷണൽ ഹൈവേ അതോറിറ്റി രൂപീകരിക്കുന്നത്. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അമിതമായ അധികാരങ്ങളുള്ള ഒരു ഭരണകൂട സ്ഥാപനമാണ്. ഇത് വാസ്തവത്തിൽ ജനങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്നതിനുള്ള ഒരു ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു വലിയ വികസന പ്രവർത്തനം നടക്കുമ്പോൾ ഇത് സ്ഥലവും കിട്ടും നഷ്ടപ്പെടുന്നവരുടെ മാത്രം പ്രശ്നമല്ല, മുഴുവൻ പൊതുസമൂഹത്തിനും ഒരു പൊതുവഴി നിഷേധിക്കപ്പെടുന്ന, നിലവിലുള്ള റോഡിൻ്റെ സൗകര്യം നിഷേധിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഉയർന്നു വരുന്നത്. റോഡ് സ്വകാര്യവൽക്കരിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു രീതി, EPP എന്ന് പറയുന്ന രീതി, അല്ലെങ്കിൽ മറ്റേ പ്രൈവറ്റ് എക്സ്പെർട്ടൈസിനെ പബ്ലിക് എന്റർപ്രൈസസിൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന രീതി, ഇതൊക്കെ തന്നെ വാസ്തവത്തിൽ പൊതുമേഖലയിൽ ഇപ്പം നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും വൻകിട വ്യവസായങ്ങളെയും സ്വകാര്യ മേഖലയിൽ കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് രൂപപ്പെടുന്നത്. പൊതുമേഖലയിൽ ജനങ്ങളുടേതായിട്ട് ഇന്ന് നിലനിൽക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സമ്പത്ത് മുഴുവൻ വൻകിട മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി കൈമാറി കൊടുക്കുന്നതിന്റെ ഒരു കങ്കാണിപ്പണി നിർവഹിക്കുക എന്നുള്ള രീതിയിലേക്ക് ഗവൺമെന്റുകൾ മാറിത്തീരുക. നമ്മൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഒരു വാക്ക് പോലും സ്വീകരിക്കാൻ അവർക്ക് ആവില്ല. ഒരുപക്ഷെ ജനങ്ങളുടെ മറ്റേ വസ്തുവകളും ഭൂമിയും ഒക്കെ പിടിച്ചെടുത്ത് വൻകിടക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സാമാന്യ നിലയ്ക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരുക്കി കൊടുക്കുക എന്നുള്ള പ്രാഥമിക ചുമതല പോലും നിർവഹിക്കാതെ ഏറ്റവും കാടൻ രീതിയിൽ അത് പിടിച്ചെടുക്കുകയും എല്ലാവിധ സൗജന്യങ്ങളോടെയും ഏറ്റവും വലിയ വൻകിടക്കാർക്ക് അത് കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് സമീപകാലത്തെ എല്ലാ അനുഭവങ്ങളിലും കാണുന്നത്. ചെരുപ്പ് തുന്നലും ബാഗുണ്ടാക്കലും കൊട്ടയും അതും ഇതൊക്കെ ആയിട്ടുള്ള എല്ലാ പണികളായിരുന്നു, റിപ്പയർ പണികൾ. 48 കൊല്ലമായി ഞാൻ അവിടെ ഇരുന്ന് ജോലി ചെയ്തു. എൻ്റെ ഒരു പകരയുടെ സുഖലേത്താണ്. എനിക്ക് യാതൊരു ഒന്നും കിട്ടിയിട്ടില്ല, ഒരു അറിവില്ല ജീവിതത്തിൽ. ഞാൻ ആത്മഹത്യ ചെയ്യാതെ പറ്റും. ഇപ്പോൾ ഈ ഭർത്തൻ്റെ കുറച്ച് കാശ് തന്നിട്ട് ആ കാശോടെ ചെയ്യിപ്പില്ല. ഞങ്ങൾ 1.5 സെന്റ് 2 സെന്റ് സ്ഥലം പോണത്, അതിൽ മുഴുവൻ വീട് നിൽക്കുക. ആ വീട് കംപ്ലീറ്റ് പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് 2.25 ലക്ഷം രൂപയാണ്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോകണം, അവിടെ വെച്ച് ഞങ്ങൾക്ക് 5-6 ലക്ഷം രൂപയാണ് ഒരു സെന്റിന് വില. പിന്നെ ഞങ്ങൾ ഈ 1.5-2 ലക്ഷം രൂപ കൊണ്ട് എന്തൊട്ട് ചെയ്യാനാണെന്നുള്ള ഞങ്ങൾക്കൊരു എത്തുമ്പോഴത്തുമില്ല. 73 വയസ്സായി. അരുണാചൽ പ്രദേശിൽ ഗവൺമെൻറ് ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർഡായി വന്നതാണ്. എൻ്റെ റിട്ടയർ ബെനിഫിറ്റും ഞങ്ങളുടെ സ്വത്ത് മുഴുവനും പിന്നെ വിവിധ ബാങ്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ എടുത്താണ് ഈ മണ്ണുത്തി സെൻട്രൽ ഒരു ഭേദപ്പെട്ട 4 നില കെട്ടിടം ഉണ്ടാക്കി. അങ്ങനെ ആ കെട്ടിടം കംപ്ലീറ്റ് ആയ ഒരു 3 വർഷമേ ആയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാഷണൽ ഹൈവേയുടെ പ്രോഗ്രാം വരുന്നത്. ഇത് 45 മീറ്റർ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ കെട്ടിടം പോവുകയില്ലായിരുന്നു. ഇത് 60 മീറ്റർ ആയപ്പോഴത്തേക്ക് കെട്ടിടം പകുതി കൂടുതൽ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആശയം പ്രത്യാശയും നശിച്ച് ഇപ്പോൾ ജീവിതം തന്നെ ഒരു പ്രതിബന്ധത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
എൻ്റെ സർവ്വസമ്പത്തും പെൻഷൻ ബെനിഫിറ്റും എല്ലാം പോയിരിക്കുകയാണ്. ബാങ്ക് ലോൺ അതികഠിനമാണ്. ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെ പലിശ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2005 സ്ഥലമെടുപ്പ് നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ആദ്യമായിട്ട് സമിതി രൂപീകരിക്കുകയാണ്. സമരസമിതി രൂപീകരിച്ചു. സമരസമിതി രൂപീകരിച്ച് സമരത്തിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കഴിഞ്ഞപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ വ്യക്തിപരമായ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ വിവിധ സമരസമിതികൾ രൂപീകരിച്ചു. കോൺഗ്രസ്, CPM, CPI എല്ലാവരും രൂപീകരിച്ച് സമരം ഞങ്ങൾ നടത്തുന്നു എന്ന രീതിയിൽ വന്നു. 1-2 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇട്ടേച്ചും പോയി. കഷ്ടപ്പാട് കാണിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളാണ്. ഇതിപ്പോൾ ഇവിടെ തന്നെ 15 ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ്. ഇവിടെ 78,000 രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഒരു സെൻറ്റ് സ്ഥലത്തിന് 78,000 രൂപ. മറ്റൊരു സ്ഥലം വാങ്ങണമെങ്കിൽ 15 ലക്ഷം വേണം. ആ കിട്ടുന്ന 78,000 പോലും ഇൻകം ടാക്സും എടുക്കും, വിദ്യാഭ്യാസ സെസ്സും കഴിച്ച് അവർക്ക് കിട്ടുന്നത് 69,000 രൂപയാണ്. ചില്ലറ സെൻറ്റ് സ്ഥലം വീടും നമുക്ക് ആകെയുള്ളതാണത്. 12 ആളുടെ ഒരു കുടുംബമാണ്. അത് നശിച്ച് പോയിട്ട് കിട്ടിയ പൈസ കൊണ്ട് വേറെ അതുപോലെ ഒന്നും നോക്കാൻ സാധിക്കാത്തതിലുള്ള ബുദ്ധിമുട്ടാണ്. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെ 2000 ചില്ലാനം കുടുംബങ്ങളും 1000 ചില്ലാനം വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടപ്പെടുന്നവരുടെ വേദന ഈ ഗവൺമെൻറ് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഇവിടെ മണ്ണുത്തിയിൽ മാത്രം 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു 1000 പേരോളം അതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ടു. മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള സ്ഥലങ്ങളിലെ 4 ആത്മഹത്യകൾ നടന്നു. അതുപോലെ തന്നെ ഇനിയും പലരും ആത്മഹത്യയുടെ വക്കീലാണ്. ഇവർ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളുടെ സ്ഥലങ്ങൾ പിടിച്ചു പറിച്ചിട്ട് വലിയ കുത്തക കമ്പനിക്ക് വിൽക്കുകയും അവരെ 10-30 കൊല്ലം കാശ് വാരി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ സമീപനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ വരുന്ന ഈ മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള എല്ലാവരും അവരുടെ ജീവമരണ പോരാട്ടമാണ്. 1990-കളോടുകൂടി രാജ്യം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന് ലോകം ഏകധ്രുവ ലോക സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം മുതലായ പേരുകളിൽ വളരെ വ്യക്തമായ കോർപ്പറേറ്റ് വൽക്കരണം, കുത്തകവൽക്കരണവും മുതലാളിത്തവൽക്കരണവും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പലതരത്തിലുള്ള അനന്തരഫലങ്ങളിലും പ്രത്യാഘാതങ്ങളിലും ഒന്നാണ് നമ്മളുടെ ദേശീയപാതകൾ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. 47 അധികാര കൈമാറ്റത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള പൊതുമേഖലാ സംരംഭങ്ങളിൽ ഊന്നിക്കൊണ്ട് നടപ്പാക്കിയ എല്ലാ വികസന പ്രവർത്തനങ്ങളും രാജ്യത്തെ കുത്തകകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കിയ വികസന പദ്ധതികളുടെ ഭാഗമാണ്. ജാർഖണ്ഡിൽ, ഒറീസയിൽ തുടങ്ങി ഇന്ത്യയിലെ മധ്യ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 110ഓളം കരാറുകൾ ഖനന വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 110 കരാറുകളുടെ ഭാഗമായി അവിടെ ആദിവാസി കർഷക ജനസമൂഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇന്ന് ഇന്ത്യയിലെ ഒരു മുഖ്യ വിഷയമായി വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടാണെന്ന് ഒറീസ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ സൈന്യത്തെ വിന്യസിപ്പിച്ചുകൊണ്ട് ഈ പൊതുമേഖലാ സംരംഭങ്ങളും നാടിൻ്റെ പൊതു സ്വത്തും സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്നതിന് ഭരണാധികാരികൾ സൈനികമായ അടിച്ചമർത്തലിലൂടെയാണ് ഇന്ത്യയിൽ ഇന്ന് സ്വകാര്യവൽക്കരണം ദ്രുതഗതിയിൽ നടപ്പാക്കുന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഇതേ പരിപാടി നിരവധി കേന്ദ്രങ്ങളിൽ അവിടെ ദേശീയപാതകളിലൊക്കെ തന്നെ ടോൾ ഏർപ്പെടുത്തുകയാണ്. അതിനെതിരായിട്ട് അവിടുത്തെ രാഷ്ട്രീയ ഇടതുപക്ഷം, അവിടുത്തെ ട്രേഡ് യൂണിയൻ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരത്തിക്കൊണ്ട് സൗത്ത് ആഫ്രിക്ക എന്നൊക്കെയുള്ള ഇതിൻ്റെ വിശദീകരണങ്ങൾ വരുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ജനങ്ങൾക്ക് ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നാണ്. ഈ ജനങ്ങളുടെ മാത്രമല്ല, ഈ ചരക്ക് ഗതാഗതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ വ്യവസ്ഥയുടെയും കമ്പോളത്തിൻ്റെയും നിലനിൽപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. ഇന്നിപ്പോൾ സാമ്രാജ്യത്തെ ക്രൈസിസ്, മൂലധന പ്രതിസന്ധി, അത് ഈ 3 ലോക രാജ്യങ്ങളുടെ ലോക ജനതയുടെ ചുമലിലേക്ക് വെക്കുക എന്ന രീതിയിലാണ് ഇതെല്ലാം തന്നെ പിന്നെ ടോൾ ഏർപ്പെടുത്തും. കഴിഞ്ഞ 2-3 ഘട്ടങ്ങളിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ടോൾ പിരിക്കാൻ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചുകൊണ്ട് കമ്പനിക്ക് വേണ്ടി സർക്കാരും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വന്നപ്പോൾ അതിശക്തമായ സമരത്തിൻ്റെ ഭാഗമായി, ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആ ടോൾ പിരിവ് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ 3 ഘട്ടങ്ങളിൽ നിർത്തിവെച്ചപ്പോൾ അതിൻ്റെ ഭാഗമായൊക്കെ നടന്ന ചർച്ചകളിൽ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീർത്തും ഈ ടോൾ പിരിവ് നടത്തുന്നതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കും. ടോൾ പിരിവ് ഒഴിവാക്കാൻ കഴിയില്ല, അതിന് ഗവൺമെൻറ് സർക്കാർ ഒപ്പിട്ടുപോയി. എന്നാൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. ഈ റോഡിന് സമാന്തരമായി സർവീസ് റോഡുകൾ ഉണ്ടാകും. ആ സർവീസ് റോഡുകൾ ടോൾ ഫ്രീ ആയിരിക്കും. റോഡിൻ്റെ മുഴുവൻ സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് പൂർത്തിയായതിനു ശേഷം വീണ്ടും ചർച്ച ചെയ്തതിനു ശേഷമേ ടോളിലേക്ക് പോകൂ എന്നും പ്രഖ്യാപിക്കുന്നു. നിർഭാഗ്യവശാൽ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ഡലത്തിലെ MLA അടക്കമുള്ള 2 CPM-ൻ്റെ MLA-മാരും 2 കോൺഗ്രസിൻ്റെ MP-മാരും കൂടി പങ്കെടുത്തുകൊണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ ടോൾ പിരിക്കാൻ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു പണിയും ചെയ്യാതെ ടോൾ പിരിക്കാൻ തീരുമാനിക്കാനുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പോലും അവസാന ഘട്ടത്തിൽ ക്യാബിനറ്റ് തീരുമാനിച്ചു, അതുകൊണ്ട് സർവീസ് റോഡ് ടോൾ ഫ്രീ ആക്കാൻ കഴിയില്ല. കമ്പനിയുടെ ലാഭത്തോത് വല്ലാതെ കുറഞ്ഞു പോകും. അങ്ങനെ ലാഭത്തോത് കുറഞ്ഞാൽ മറ്റു റോഡുകൾ ഏറ്റെടുക്കാൻ കമ്പനികൾ ഉണ്ടായില്ല. അതുകൊണ്ട് സർവീസ് റോഡ് ടോൾ ഫ്രീ ആക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കാനുണ്ടായി. ഇവിടുത്തെ വിഷയം ആ നാട്ടിലെ ആളുകൾ ആ പരിസരത്ത് കൂടെ ഈ പാലിയേക്കരയിലൂടെ നടന്നു പോകുന്ന ഒരു പഴയ റോഡുണ്ടായിരുന്നു. വലിയ റോഡുണ്ടാക്കാം, അതിലൂടെ ടോൾ കൊടുത്ത ആളുകൾക്ക് പോകാം. പക്ഷെ ആ നാട്ടുകാർ സഞ്ചരിക്കുന്ന റോഡ് എവിടെ? അന്ന് ഈ BOT-ക്കെതിരായിട്ട് സമരം വന്ന സമയത്ത് മുഖ്യമന്ത്രി ഉറപ്പ് തന്നായിരുന്നു സർവീസ് റോഡുകൾ പണിയുന്നുണ്ട്. പക്ഷെ അത് ആ വാഗ്ദാനം ഇന്നും പാലിച്ചിട്ടില്ല. മാത്രമല്ല അത് പാലിക്കാനുള്ള സാധ്യതകളും കാണുന്നില്ല. ഇന്ത്യയിലെ എവിടെയും ഇത്തരത്തിലുള്ള സർവീസ് റോഡുകൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ മാത്രമായി കിടക്കുകയാണ്. ആ റോഡുകൾ ഒരിക്കലും ഈ കമ്പനികൾ പുനർനിർമ്മിക്കുകയോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യാറില്ല. അപ്പോൾ സത്യത്തിൽ ഇത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കമ്പനികൾക്ക് തീറെഴുതുന്ന ഒരു തരത്തിലുള്ള കച്ചവടം തന്നെയാണ്. ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആശയപരമായിട്ട് ഇതിനോട് അനുകൂലം തന്നെയാണ്. ജനങ്ങൾ നികുതി കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നു, വണ്ടി ഓടുന്നതിന് ടാക്സ് കൊടുക്കുന്ന, പെട്രോളിന് ഇതിനൊക്കെ തന്നെ ടാക്സ് മേടിക്കുന്ന ഒരു ജനത കേരളത്തിൽ നിൽക്കുന്നത്. ആ റോഡ് വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെയാണ്. റോഡ് 4 വരിപ്പാതയും 12 വരിയൊക്കെ ആക്കാം. അതിന് ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഇത് വളരെ ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഗവൺമെന്റിൽ കാശില്ല, അതുകൊണ്ട് കുത്തകൾക്ക് കൈമാറുക എന്നുള്ളത്. അത് സംസ്ഥാന ഈ റോഡ് മാത്രമല്ല, NH ഇപ്പം 47 മാത്രമല്ല വരാൻ പോണത്. സംസ്ഥാനത്തെ പഞ്ചായത്ത് റോഡുകളടക്കം ഇപ്പൊ ഗവർണർ ഒരു നയപ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുവട് പിടിച്ചിട്ട് അതിന് മറുപടി പറയും. ഉമ്മൻചാണ്ടി അടക്കം ഇനി BOT അടിസ്ഥാനത്തിലാണ് ഇനി റോഡുകളൊക്കെ തന്നെ നടപ്പിലാക്കുള്ളൂ എന്നുള്ളത്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയായിട്ട് സാധാരണക്കാർ മാറി. രാജ്യത്തെ റോഡ് വികസനത്തിന് ആവശ്യമായ പണമില്ലെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇതിനുവേണ്ടി പിരിച്ചെടുക്കുന്ന നികുതി പണം എന്തു ചെയ്യുന്നുവെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ലേ? വിവിധ സംസ്ഥാനങ്ങളിൽ വിൽക്കപ്പെടുന്ന ഇന്ധനത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി ഇനത്തിൽ ഈടാക്കുന്നത് വിലയുടെ 50%-ലേറെയാണ്. ശരാശരി 32 ലക്ഷം ലിറ്റർ പെട്രോളും 82 ലക്ഷം ലിറ്റർ ഡീസലുമാണ് കേരളത്തിൽ വിൽക്കപ്പെടുന്നത്. ഇതിൽ നിന്ന് സർക്കാരുകൾക്ക് പ്രതിദിനം ലഭിക്കുന്നത് 54 കോടി രൂപയാണ്. സെൻട്രൽ റോഡ് ഫണ്ട് ആക്ട് പ്രകാരം ഇന്ധന സെസ്സിലൂടെ മാത്രം പ്രതിദിനം ലഭിക്കുന്നത് 2.25 കോടി രൂപയും വർഷത്തിൽ 825 കോടിയുമാണ്. ഇതിനൊക്കെ പുറമെയാണ് റോഡ് നികുതി, വാഹന നികുതി, രജിസ്ട്രേഷൻ ഫീ, ലൈസൻസ് ഫീ തുടങ്ങിയവ. ഇതിലൊരു ഭാഗം ചിലവഴിച്ചാൽ തന്നെ കേരളത്തിലെ റോഡ് വികസനത്തിന് വേണ്ടതിലേറെ പണമാകും. ഇങ്ങനെയുള്ളപ്പോഴാണ് കുത്തകൾക്ക് വേണ്ടി സർക്കാരുകൾ ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തുന്നത്. പാലിയേക്കരയിൽ സ്ഥാപിച്ചിട്ടുള്ള ചുങ്കത്തിൻ്റെ അതിനുള്ള പ്ലാസ, ടോൾ പ്ലാസ, അവിടെ അവർ പറയുന്നതിനുള്ള കാരണം, ഇത്തരമൊരു ചുങ്കം ഏർപ്പെടുന്നതിനുള്ള കാരണമായി സർക്കാർ പറയുന്നത് റോഡ് പണിയാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നതാണ്. ഈ ചുങ്കപ്പാതയ്ക്ക് മണ്ണുത്തി മുതൽ അങ്കമാലി വരെയുള്ള ദൂരം പണിയാൻ സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് 312 കോടി രൂപയാണ്. അത് പണിയൊന്നും പൂർത്തിയായിട്ടല്ല, എങ്കിലും 312 കോടി രൂപ മുടക്കി ഈ ചുങ്കം പിരിക്കാൻ അതിന് ഏർപ്പാടാക്കുന്ന കമ്പനി 66 കിലോമീറ്ററിനാണ് ചുങ്കം പിരിക്കുന്നത്. 66 കിലോമീറ്ററിന് ഇന്നത്തെ നിരക്കിൽ, നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞ 85 രൂപ കാറിനും അതുപോലെ 290 രൂപ ലോറിക്കുമൊക്കെയായി പിരിച്ചാൽ, ഏറ്റവും ലളിതമായ കണക്ക് വെച്ച് പറഞ്ഞാൽ അടുത്ത 17.5 വർഷം കൊണ്ട് ഇവർ പിരിക്കാൻ പോകുന്നത് ഏതാണ്ട് 17,000 കോടി രൂപയാണ്.
ഇത് കൊള്ളയാണ്, ഇത് ടോള് നല്ലത് മാത്രമല്ല. അങ്കമാലി മുതൽ ഇടപ്പള്ളി വരെയുള്ള റോഡ് 26 കിലോമീറ്റർ ഇവർ നിർമ്മിച്ചതേയല്ല. സർക്കാർ സെൻട്രൽ PWDയും ദേശീയപാത അതോറിറ്റിയും എന്നോ നിർമ്മിച്ച റോഡ്, അതിനു കൂടി ഇവർ ടോൾ പിരിക്കുന്നത് ഇവർ നിർമ്മിച്ച റോഡിൻ്റെ അതേ തോതിലാണ് എന്ന് പറഞ്ഞാൽ ഇത് അതും ഒരു വലിയ കൊള്ളയ്ക്ക് വഴിവെക്കുന്നു. വളരെ ചെറിയ ദൂരം സഞ്ചരിക്കുന്ന ആളുകളിൽ നിന്ന് പോലും ടോൾ ബൂത്തിൽ കൂടെ കടന്നു പോയാൽ നിങ്ങൾ പണം കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ടോൾ പ്ലാസ എന്നല്ല, ഇത് ചുങ്ക പ്ലാസ എന്നതിനപ്പുറത്ത് ഇതൊരു ഗുണ്ടാ പിരിവ് പ്ലാസ എന്നാണ്. നല്ല റോഡൊന്നുമല്ല. ഈ റോഡ് വന്നു ചേട്ടൻ നന്മണിക്കരക്കാരന് 10-18 പേര് വണ്ടി അടിച്ച് മരിച്ചു. ഈ പ്രദേശത്ത് വയസ്സായ ആൾക്കാർ 10-18 പേര് വണ്ടി അടിച്ച് മരിച്ചു. നല്ല റോഡല്ല, ഒരു സൗകര്യം ഇല്ല ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം. നമ്മുടെ മറ്റേ ഡ്രെയിനേജ് സംവിധാനം കറക്റ്റല്ല. മഴ പെയ്ത് ഈ റോഡൊക്കെ കുത്തിരിച്ചു പോകും. ഒരു സൗകര്യം ഫെസിലിറ്റി ഇല്ല. രാജ്യത്തെ മുഴുവൻ ദേശീയപാതയിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം കേരളത്തിനുണ്ട്. കാരണം കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന ചെറുകിട വ്യാപാര വിപണന ശൃംഖല കൂടിയാണ് ദേശീയപാതകളുടെ സമീപത്തിൽ ഓരത്തുള്ളത്. ഒരുപക്ഷെ അത്തരം വിപണന ശൃംഖലകളെ ഒന്നടങ്കം വെട്ടിമാറ്റിക്കൊണ്ട് അത് മുഴുവൻ ചില കോർപ്പറേറ്റുകൾ നടത്തുന്ന മാളുകളിലേക്ക് കേന്ദ്രീകരിക്കുക എന്നൊരു സംഭവം കൂടി ഇതിന് പിറകിലുണ്ട്. ഇതിനർത്ഥം നമ്മുടെ രാജ്യത്തിന് ഗുണപരമായി തീരേണ്ട ദേശീയപാതയുടെ യാത്രയ്ക്കപ്പുറമുള്ള സാധ്യതകൾ കൂടി ഒരുപക്ഷെ കോർപ്പറേറ്റുകൾ കൊയ്തു കൊണ്ടുപോകുന്നു എന്നതാണ്. ഇപ്പോൾ സാധാരണ റോഡുകൾ തുടങ്ങിയുള്ളവയെല്ലാം തന്നെ ഈ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ തന്നെ കാണുന്നത് പോലെ അതിൽ ചിലവായതിൻ്റെ എത്രയോ മടങ്ങ് തുക പൊതുജനങ്ങളിൽ നിന്നും നിരന്തരമായി പിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അതിവിപുലമായൊരു ചൂഷണ സംവിധാനമായി ഇത് മാറുന്നു എന്നുള്ളതാണ് സമീപകാലത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് വൻതോതിൽ അതിനെ ദുരുപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈവേയുടെയൊക്കെ സൈഡിലുള്ള ഭൂമി മുഴുവൻ മരവിപ്പിക്കുക, വിൽപ്പനയ്ക്ക് അവകാശമില്ലാതാക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇവർക്ക് ഈ BOT-യിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്ക് അധികാരങ്ങൾ നൽകുക തുടങ്ങിയുള്ളതൊക്കെ വളരെ ഭീകരമായ ചൂഷണ സമ്പ്രദായങ്ങളായി മാറുന്നുണ്ട്. ഈ സമരം ബാധിക്കുന്നത് കേവലം വാഹനമുള്ളവരെ മാത്രമല്ല, വാഹനമില്ലാത്ത ആളുകളെയാണ് ഇതിൻ്റെ മുഴുവൻ ദുരന്തവും ബാധിക്കുക എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ ടോൾ തുടങ്ങിയതിന് ശേഷം ഈ പ്രദേശത്തുള്ള വ്യാപാര രംഗത്ത് ഇടപെടുന്ന ആളുകൾക്ക് അറിയാം. കച്ചവട സ്ഥാപനങ്ങളിൽ ചെന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. ഇവിടെ ടോൾ പ്ലാസയുടെ വടക്കു ഭാഗത്തേക്ക് കടന്നാൽ പെട്രോളിന് 10 പൈസ കൂടി. ഇവിടുത്തെ ഓട്ട് കമ്പനി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വലിയ എന്താ പറയുക, ഒട്ട് കമ്പനി പോലും അടച്ചു പൂട്ടി പോകേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് വിലക്കയറ്റമായി ഇത് രാജ്യത്തെ മുഴുവൻ ആളുകളുടെ ചുമലിൽ വരും. അപ്പോൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ സ്ഥാപനം ചെറുതും വലുതുമായിട്ടുള്ള 200-ൽ താഴെ കമ്പനികളുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന കളിമണ്ണ്, അത് വിറക്, ഇത് ഉണക്കാനുള്ള അരക്കപ്പൊടി, ചകിരി മുതലായ സാധനങ്ങളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇപ്പോഴാണെങ്കിൽ ഈ മേഖലയിൽ നേരിട്ടും അനുബന്ധമായിട്ടും ഒരു 10,000-ന് മുകളിൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്. അതും 140 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പരമ്പരാഗത വ്യവസായം. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ നടക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ടോള് എന്ന് പറയുന്ന സംഗതി ഇവിടെ. അപ്പോൾ ഒരു ലോറി കടന്നു വരാനായിട്ട് 200-300 വിറക് പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് വരുന്ന വിറക് അതിനും വലിയ ടോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഉൽപ്പന്നമായിട്ട് പറഞ്ഞിട്ടല്ല, മറിച്ച് നമ്മൾ ഈ ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിൽ കയറ്റി പോവുകയാണ്. ആ കയറ്റി പോകുന്ന ലോറികൾക്ക് വരണം അതിന് 310-350 ടോൾ കൊടുക്കുക. അപ്പോൾ ഇതൊരു ഈ വ്യവസായത്തിന് ആകെ തകർച്ചയിലേക്ക് പൂനമഗുരു എന്ന് പറഞ്ഞ മാതിരി കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കാർഷിക മേഖലയാണ് ഇതെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തൊട്ടടുത്ത ചന്ത തൃശ്ശൂർ ചന്തയാണ്. ആ ചന്തയിലേക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വസ്തുക്കൾ കൊണ്ടുപോകുന്നത്. ഇന്നലെ വരെ നമുക്ക് ഈ വണ്ടികൾ വിളിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അധികമായ ഒരു നിരക്ക് വരാറില്ല. കാരണം ഞങ്ങൾ 3-4 കർഷകർ ഒരുമിച്ച് കൂടി ഒരു ടമ്പി എടുത്തിട്ട് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ സഹകരിച്ച് കയറ്റി ഞങ്ങൾ തന്നെ അവിടെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഞങ്ങൾക്കത് ഒരു പരിധി വരെ ലാഭകരമായിരുന്നു. പക്ഷേ ഇപ്പോൾ വണ്ടിക്ക് വാടക പ്ലസ് ടോൾ നിരക്ക്
അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഉൽപ്പന്നമാണ് ഇവിടെ കൊണ്ടുപോകാൻ. ഇപ്പോൾ ഒരു 100 കിലോ പടവലമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം, അത് കർഷകരെ സംബന്ധിച്ചോളം അത് വലിയൊരു നഷ്ടമാണ്. ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചുങ്കം കൊടുക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ചെറിയ തോതിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു അംശം ഇതിലേക്കും കൂടി പോകുന്ന സാഹചര്യമുണ്ടാകും. പാലിയേക്കരയിൽ പറയുന്നത് ടോൾ കൊടുക്കണം. ജനങ്ങൾ കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ടോൾ വേണ്ട എന്നാണ്. ടോൾ വേണ്ട എന്ന് മൊത്തം ജനങ്ങളും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുമ്പോൾ ഏതാനും ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ടോൾ കുറക്കണമെന്നാണ്. അത് ആ സമരത്തെ തുരങ്കം വെക്കുന്നതിന് വേണ്ടിയാണ്. പൊതുവഴികളിൽ പ്രകടനം നടത്തുന്നത് നിരോധിച്ച സന്ദർഭത്തിൽ, ഒരുപക്ഷെ കോടതി വിലക്കേർപ്പെടുത്തിയ സന്ദർഭത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു. ചില രാഷ്ട്രീയ നേതാക്കന്മാർ വലിയ തോതിൽ കോടതിക്കെതിരെ തന്നെ പ്രതിഷേധം ഉയർത്തുകയുണ്ടായി. എന്നാൽ ദേശീയപാതകളിൽ കയറാനോ അത് ക്രോസ് ചെയ്യാനോ അതിലൂടെ സഞ്ചരിക്കാനോ മറ്റാരുടെയെങ്കിലും അനുവാദം വേണം എന്ന രീതിയിലേക്ക് പരമായി ഒരു നെടുനീളൻ ദേശീയപാത അവരുടെ അധികാര കേന്ദ്രമായി മാറിയപ്പോൾ രാഷ്ട്രീയ നേതാക്കളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ വിമർശനവുമായി വന്നില്ല എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. പ്രധാനപ്പെട്ട കേരളത്തിലെ 2 രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കാനുണ്ടായി. ഒന്ന് ഭരിക്കുന്ന കോൺഗ്രസും അതിനോട് ഒട്ടി നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളും, മറ്റൊന്ന് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുന്ന മുഖ്യ രാഷ്ട്രീയ പാർട്ടിയെ CPM ആണ്. CPM തുടക്കം മുതലേ ടോൾ അംഗീകരിച്ചുവെന്നും ടോള് പിരിവ് ഇവിടെ നടത്തേണ്ടത് ആവശ്യമാണെന്നുള്ള നിലപാടിലായിരുന്നു. ഈ സമരസമിതിയുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി സജീവമായി വന്നപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് CPM വീണ്ടും ഇടപെടുന്നത്. അങ്ങനെ ടോള് കുറയ്ക്കണം, ചില പ്രാദേശിക ഇളവുകളാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്ന രീതിയിലേക്ക് MLA അടക്കം വലിയ പ്രഖ്യാപനം നടന്നു. മുഖ്യമന്ത്രി ഈ പ്രദേശത്തെയും സമരസമിതിയിൽപ്പെട്ട ആളുകൾക്കും ഡിവൈഎഫ്ഐക്കും ഒക്കെ നൽകിയ ഉറപ്പ് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് BOT വ്യവസ്ഥയിൽ ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ദേശീയപാതയുടെ പണി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഇവിടെ ടോൾ പിരിക്കാൻ വേണ്ടി ആരംഭിക്കൂ എന്ന് ഉറപ്പ് നൽകിയതാണ്. ഈ ഉറപ്പുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതിനെയാകെ കാറ്റിപ്പറത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ അന്യായമായ ടോൾ പിരിവ് ഇവിടെ ആരംഭിച്ച ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ മൗത്ത് തിരിച്ചുകൊണ്ട് അവന്റെ പോക്ക് തിരിച്ചുകൊണ്ട് KMCക്ക് പണമുണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ ഏജൻസി പണി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇപ്പൊ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അന്യായമായ ടോൾ പിരിവ്, അശാസ്ത്രീയമായ ടോൾ പിരിവ്, തീർത്തും ജനവിരുദ്ധമായ ടോൾ പിരിവ് ഇവർ അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ വലിയ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഈ ടോൾ നിരക്ക് കുറയ്ക്കുക, ഈ ടോൾ പിരിവ് ശാസ്ത്രീയമാക്കുക എന്നാണ് മുദ്രാവാക്യം വെച്ചത്, യുവജന പ്രസ്ഥാനം ഉൾപ്പെടെ. അപ്പോൾ ഈ എങ്ങനെയാണ് ശാസ്ത്രീയമാവുക? അശാസ്ത്രീയമായ ഒരു സംവിധാനമാണ് ഈ ടോൾ പിരിവ് എന്ന് പറയുന്നത്, ഈ BOT വ്യവസ്ഥയാണ്. അതൊക്കെ തന്നെ അശാസ്ത്രീയമായിരിക്കുക, എങ്ങനെയാണ് ശാസ്ത്രീയമായി ടോൾ പിരിക്കുക? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നെന്മണിക്കരയിലത്തെ നിരക്ഷരായിട്ടുള്ള ആൾക്കാർ പോലും പറയാൻ തുടങ്ങി. ടോള് പിരിക്കണ്ട എന്നൊന്നും ഞങ്ങൾ പറയും. ഈ ഇന്ത്യ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന തെറ്റിദ്ധാരണയൊന്നും ഞങ്ങൾക്ക്. കുത്തക മുതലാളിത്തത്തിനാൽ നയിക്കപ്പെടുന്ന തികച്ചും ഒരു മുതലാളിത്ത രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. ആ രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള നയങ്ങൾ വരുമ്പോൾ അതിനെ അപ്പാടെ എതിർത്താൽ അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയും എന്ന വ്യാമോഹവും ഞങ്ങൾക്കില്ല. പക്ഷേ മനുഷ്യന് മേൽക്കൈയുള്ളൊരു ഭരണം ഇന്ത്യ രാജ്യത്ത് വരും. അന്നൊരു ടോളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല. BJP വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നത് ടോൾ നിരക്ക് അമിതമായ ടോൾ ചാർജ് പിൻവലിക്കുക, അതോടൊപ്പം തന്നെ ടോൾ ഫ്രീ റോഡ്
ഉമ്മൻചാണ്ടി വാക്കുപാലിക്കും, മുഖ്യമന്ത്രി വാക്കുപാലിക്കും. ഇപ്പോഴും ആ ടോൾ ഇതിൽ ഇത്രയും പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം MLA CPM-ന്റെ MLA ചാലക്കുടിയിലും പുതുക്കാടും CPM-ന്റെ MLA-മാരാണ്. പക്ഷെ നിയമസഭയിൽ ഇത്രയധികം ശക്തിയുള്ള ആളുകൾക്ക് അത് വേണ്ട രീതിയിൽ ഉന്നയിക്കാൻ അവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് CPM നടത്തുന്ന സമരം യാതൊരു കാരണവശാലും അംഗീകരിക്കാവുന്ന സമരമല്ല, മറിച്ച് ജനങ്ങളുടെ എതിർപ്പ് നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരം. 2004 വാസ്തവത്തിൽ ലോകബാങ്ക് ഇന്ത്യയിൽ ഒരു റോഡ് നയം പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലെ റോഡുകൾ BOT PPP അടിസ്ഥാനത്തിൽ നിർമ്മിക്കണം എന്നാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 2005 അന്ന് അധികാരത്തിലിരുന്ന കേന്ദ്ര സർക്കാർ 69,599 കിലോമീറ്റർ വരുന്ന റോഡുകൾ എക്സ്പ്രസ് ഹൈവേ, ഗോൾഡൻ കോറിഡോർ തുടങ്ങി റോഡുകൾ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് വലിയ പ്രചരണമാണ് അന്നത്തെ സർക്കാർ ഇതിനു വേണ്ടി കൊടുത്തത്. ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പൊതു റോഡുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി വാജ്പേയി സർക്കാർ ലോകബാങ്കുമായി ഒരു കരാറിൽ ഒപ്പുവയ്ക്കുന്നുണ്ട്. പദ്ധതിയെ തൻ്റെ ഡ്രീം പ്രൊജക്റ്റായിട്ടാണ് അവതരിപ്പിച്ചത്. വാസ്തവത്തിൽ ഇന്ന് BJP പാലിയേക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ജനങ്ങളുടെ പൊതുവികാരത്തോടൊപ്പം അവർക്ക് നിൽക്കേണ്ടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് പറയേണ്ടി വരിക. തലയ്ക്കുമേൽ ചവിട്ടുമ്പോൾ ഒരുപക്ഷെ അതീശ ശക്തികൾ ചവിട്ടിക്കൊണ്ടിരിക്കും. അത് ചവിട്ടല്ല, തലോടലാണ് കാണാൻ നമുക്കാവില്ല. അല്ലെങ്കിൽ ചവിട്ടിൻ്റെ കനം കുറച്ചാൽ മതി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. സത്യത്തിൽ അങ്ങനെ ടോൾ നിരക്ക് കുറയ്ക്കാൻ വേണ്ടി സമരം ചെയ്യും. ഈ സമരത്തെ മുഴുവൻ റാഞ്ചിയിട്ട് വലിയ സമരത്തെ അതാക്കി മാറ്റി ഒരുപക്ഷെ തൽക്കാലം ടോൾ നിരക്ക് കുറച്ച് പിന്നീട് ടോൾ നിരക്ക് കൂട്ടാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അധികാര ദല്ലാൾ പണിയിലേക്ക് പഴയകാല ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനങ്ങൾ പോലും വൻകിട മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ പോലും വീണു പോകുന്ന ഒരു ദുരനുഭവം നമ്മുടെ കാലത്തുണ്ട്. ഇത് ഏതാണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് സ്വാതന്ത്ര്യം ലഭിച്ചില്ലെങ്കിലും ഡൊമീനിയൻ പദവി ലഭിച്ചാൽ മതി എന്ന ഒരു വാദം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം വേണ്ട ബ്രിട്ടീഷുകാർ തന്നെ ഭരിച്ചോട്ടെ, ഞങ്ങൾക്ക് ചില പദവികളും സൗകര്യങ്ങളും എന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ സ്ഥിതി. പാലിയേക്കരയിൽ ശരിക്ക് ലോകം രണ്ടായിട്ട് പിളർന്നിരിക്കുകയാണ്. ഒന്ന്, സ്വത്വബോധം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സമരം ചെയ്യുന്ന മനുഷ്യർ, അവരുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ അധികാരം ജനങ്ങളിലാണ്, അധികാരം ജനങ്ങൾക്കാണെന്ന് പറയുന്ന വലിയ ബോധത്തെ നിലനിർത്താൻ സമരം ചെയ്യുന്നവർ. മറുവശത്ത് കോർപ്പറേറ്റ് ശക്തികൾക്കായി, കുറച്ച് നാണയത്തുട്ടുകൾക്കായി നമ്മുടെ ഭൂമിയെയും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നവർ. അങ്ങനെ രണ്ട് തരത്തിൽ പിളർന്നു നിൽക്കുന്ന ഒരു ജനതയെയാണ് നമുക്ക് പാലിയേക്കര കാണാൻ സാധിക്കുക. ഇതിലെവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടതെന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.